നമുക്ക് അടുത്തതായിട്ട് ധന്യയെ വിളിക്കാം. ധന്യ എന്ന് പറയുമ്പോൾ മനസ്സിനോട് ഒരുപാട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ്. അത് നിങ്ങൾക്ക് സംസാരം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും. ഇത്ര കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് എങ്ങനെ ഇത്ര കാലം ജീവിക്കാൻ പറ്റി എന്നുള്ളത്, അതും സ്വപ്നങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കി വെച്ച് ജീവിക്കാൻ പറ്റിയെന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര അത്ഭുതം തോന്നാണ്. വളരെ സ്നേഹത്തോടു കൂടി തന്നെ പെട്ടെന്നൊരു എന്താ പറയാ, ആൻസി മാമിന്റെ മാമയെ കണ്ടപ്പോ അറിയാതല്ലേ നമ്മൾക്ക് എന്താ പറയാ, പ്രായമായവരോടും അല്ലെങ്കിൽ കുട്ടികളോടും അല്ലെ എല്ലാവരോടും ഒരു സ്നേഹം മാത്രം ഉള്ളത് കൊണ്ടാവാം പെട്ടെന്നൊരു ഇമോഷണൽ ആയിപ്പോയി. കുഴപ്പമില്ല. പ്രത്യേകിച്ച് ഒരു വികാരങ്ങളും പെട്ടെന്ന് വരാത്തൊരു വ്യക്തിയാണ് ഞാൻ. സങ്കടമായിക്കോട്ടെ, ദേഷ്യായിക്കോട്ടെ, ചിരി മാത്രമാണ് എപ്പോഴും സ്ഥായിയായ ഒരു ഭാവം എന്ന് പറയണത്. അപ്പോ എല്ലാവർക്കും എന്നെ അറിയാം, എങ്കിലും എന്റെ പേര് ധന്യ. ഞാൻ നെടുപുഴയാണ്, തൃശ്ശൂരാണ്. ഹസ്ബൻഡ് ഉണ്ട്, രണ്ട് മക്കള്, രണ്ട് പെൺകുട്ടികളാണ്. അപ്പൊ എന്റെ ഒരു ഇപ്പൊ ഞാന് സ്ക്രീനിലൊക്കെ സംസാരിച്ച എല്ലാവരും വലിയ വലിയ സ്വപ്നങ്ങളുടെ കഥ പറയുമ്പോ കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങളെ മനസ്സിൽ എന്താ പറയാ താലോലിച്ചുകൊണ്ട് അതെന്ന് നടക്കുമെന്ന് ആലോചിച്ചിട്ട്, അതായത് ഇപ്പൊ വലിയ വലിയ എന്താ പറയാ എന്ത് സാധനം മേടിക്കാൻ പോകുമ്പോഴും വലിയ ഇതിലേക്ക് അല്ലെ, ജാസ്മിൻ മാം അങ്ങനെ പറഞ്ഞു. പക്ഷെ ഞാൻ എപ്പോഴും ചിന്തിച്ചത് ചെറിയ ഒരു കുപ്പിവള അല്ലെങ്കിൽ ഒരു മുല്ലപ്പൂ. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, അയ്യോ ധന്യ മാമിന് ഇത് വാങ്ങിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലേ എന്ന് ചിന്തിക്കും അല്ലെ. പക്ഷെ എന്റെ ഒരു മനസ്സിന്റെ ഒരു അവസ്ഥയാണ്. അതായത് ഞാൻ എല്ലാവർക്കും മനസ്സറിഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് തിരിച്ചും അങ്ങനെ എനിക്ക് കിട്ടണമെന്ന്. പക്ഷെ അതൊരു പൊട്ട അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ചിന്താഗതി പാടില്ല എന്നുള്ളത് ഞാൻ പിന്നീട് മനസ്സിലാക്കുകയാണ്. അപ്പോ ഈ ഒരു കൂട്ടായ്മയിലേക്ക് ഞാൻ വരാനുണ്ടായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ എപ്പോഴും ഒരു തണലിൽ ജീവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരു 42 വർഷത്തോളം മറ്റുള്ളവരുടെ തണലിൽ അല്ലെങ്കിൽ ഒരുപാട് സ്നേഹം. ഇപ്പൊ റെഹാന മാമിന്റെ ഒക്കെ എക്സ്പീരിയൻസ് പറയുമ്പോ ഒരു കെയറിങ് ഇല്ലാതെ, ഒരു പ്രൊട്ടക്ഷൻ ഇല്ലാതെ ഒക്കെ വളർന്നു എന്നൊക്കെ പറയുന്ന സാഹചര്യത്തില് അല്ലെ നമ്മൾ പറയും, എന്ത് തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല എന്നൊരു. പക്ഷെ ഞാൻ അങ്ങനത്തെ ഒരു തീയിലായിരിക്കില്ല കുരുത്തിട്ടുണ്ടാവുക. തീർച്ചയായിട്ടും ഒരുപാട് ആളുകളുടെ തണലിൽ ഒരുപാട് സ്നേഹം കിട്ടിയിട്ട്. പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ എന്താണ് നമുക്ക് നമ്മുടെ ഒരു ജീവിതത്തിനെ ഒരു ചെടിയായിട്ട് ഉപമിക്കുന്ന സമയത്ത് അല്ലെ, നമ്മൾക്ക് ഒന്നും ചെയ്യാനുള്ള ധൈര്യം ഇല്ല. നമ്മുടെ ഇഷ്ടം പറയാനുള്ള എന്താ പറയാ അതിന്റെ പേരിൽ ഒരുപാട് എന്താ പറയാ. ഇപ്പൊ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് പറയാം. അതായത് പണ്ടൊക്കെ നമുക്ക് അങ്ങനെ ഒരു ബാഡ് ടച്ച് എന്താണ്, ഒരു ഗുഡ് ടച്ച് എന്താണെന്ന് പോലും അറിയാത്ത അല്ലെ ഒരു കാലഘട്ടം നമ്മുടെയൊക്കെ. ഇന്നത്തെ കുട്ടികളുടെ പോലെയല്ല. അതുപോലും നമ്മളോട് പറഞ്ഞു തരാൻ അറിയാത്ത അച്ഛനമ്മമാരുടെ മകളായിട്ടൊക്കെ ജനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാന്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. എന്നോട് ഈ ഒരു കൂട്ടായ്മയിലേക്ക് റെഹാന മാം എന്നെ എന്താ പറയാ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്നോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. നീ എന്തെങ്കിലും ഈ ലോകത്ത് തനിച്ചാകുന്ന സമയത്ത് നീ എങ്ങനെ തന്നെ ജീവിക്കാന്ന് ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതാണ് എന്നെ സത്യത്തിൽ ഈ ഒരു കൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നത്. സത്യമാണ്, ഞാൻ അങ്ങനെ ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നു വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അന്ന് അതായത് എനിക്ക് മാറണമെന്നും അല്ലെങ്കിൽ തനിച്ച് ജീവിക്കണമെന്നും അല്ലെ ഉള്ള ഒരു സാഹചര്യത്തില് അത് നേടിയെടുക്കണമെങ്കിൽ എന്താണ്, തീർച്ചയായിട്ടും ധൈര്യം, തന്റെ ഇടം. സിന്ധു മാം ഒക്കെ സംസാരിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഇപ്പൊ ജിൻസി മാം സംസാരിക്കുന്ന പോലെ, അവരൊക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പോഴെങ്കിലും എന്താണ്, ഒരു സാമർത്ഥ്യമുള്ള ഒരാളാണ്. അവരുടെ അടുത്തേക്ക് അടുക്കുന്ന സമയത്ത് ഒന്ന് പേടിക്കണം എന്ന് മറ്റുള്ളവർ ചിന്തിക്കില്ലേ. പക്ഷെ നമ്മുടെ അടുത്ത് അങ്ങനെയല്ല. നമ്മൾ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്നത് കൊണ്ടാകാം ഒരു പക്ഷെ നമ്മളെ ചൂഷണം ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് ഒരു വാല്യൂ തരാത്ത ഒരുപാട് സ്നേഹമുണ്ട് എന്നുള്ളത് സത്യമാണ്. എന്റെ ചുറ്റും എനിക്ക് ഒരുപാട് സ്നേഹം കിട്ടുന്നുണ്ട്. സ്നേഹത്തിന്റെ യാതൊരു കുറവുമില്ല. പക്ഷെ എന്റെ ഇഷ്ടങ്ങളുടെ ഒരു വാല്യൂ അല്ലെ, അതെനിക്ക് വേണം എന്നുള്ളത് ഇപ്പൊ എനിക്ക് വളരെ ശക്തമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കൺസെപ്റ്റില് അല്ലെങ്കിൽ ഈ ഒരു കൂട്ടായ്മയിൽ വന്നിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടാണ്. അതായത് എനിക്കറിയില്ല, നിങ്ങൾ വിശ്വസിക്കുമോന്ന് അറിയില്ല. അതായത് ഒരു പ്രൈസ് മേടിക്കാൻ പോലും സ്റ്റേജിൽ കയറാൻ പേടിയുള്ള വ്യക്തി. അതിന്റെ പേരില് ഒരു 4ാം ക്ലാസ് തൊട്ട് എന്നും ക്ലാസ്സിലെ 3ാം സ്ഥാനം 4ാം സ്ഥാനം മാത്രം ആഗ്രഹിച്ച വ്യക്തി. അത് മാത്രമേ ഞാൻ നേടിയിട്ടുള്ളൂ. എന്താ വെച്ചാൽ 2ാം സ്ഥാനം 1ാം സ്ഥാനം വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ഒരു ബാഡ്ജ് മേടിക്കാൻ സ്റ്റേജിൽ കയറണം. അതാണ് ഇന്നത്തെ എന്റെ ഒരു പേടി എന്ന് പറയുന്നത്. ഇപ്പൊ റെഹാന മാം, രാജി മാം ഒക്കെ എന്റെ കൂടെ പഠിച്ചിട്ടുള്ള വ്യക്തിയാണ്. അവർക്കറിയാം ഞാനൊരു ഡാൻസ് കളിക്കുകയോ ഒരു പാട്ട് പാടുകയോ ഒന്നും ചെയ്യാതെ ഇവരുടെ ഇടയിൽ ജീവിച്ചു പോന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോ ഇവരെ പോലെയൊക്കെ ഒന്ന് പാടാൻ അല്ലെങ്കിൽ ഒന്ന് കളിക്കാൻ അല്ലെങ്കിൽ എന്താ പറയാ എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യത്തിനോട് നോ പറയാൻ അല്ലെങ്കിൽ എന്റെ ഇഷ്ടങ്ങളെ ചോദിച്ചു വാങ്ങുന്നതിനേക്കാളും കൂടുതൽ എന്റെ ഒരു കഴിവും സാമർഥ്യം കണ്ട് നിന്റെ ഇഷ്ടം നീ ചെയ്തു എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്
ഇങ്ങനെ ഒരു എന്താ പറയാ ഈ ഒരു ഷോയില് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ കൂടിയിരിക്കുന്നത്. ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു, താങ്ക് യു ആൾ. താങ്ക് യു ധന്യ. അതായത് എനിക്ക് ഇന്നൊരു കാര്യം ഇഷ്ടമുണ്ട് എന്ന് പറയാൻ ധൈര്യമില്ല. ആ ധൈര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി. എന്തായാലും പാട്ട് പാടില്ല, ഡാൻസ് കളിക്കില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇതിനെല്ലാം അത്രയ്ക്കും സുന്ദരമായിട്ട് ആസ്വദിക്കാൻ കഴിയുന്ന ആളാണ്. അതുകൊണ്ട് നല്ല സുന്ദരമായിട്ട് പാട്ട് പാടുന്ന ഭർത്താവിനെ കിട്ടി. ഡാൻസില് മാസ്റ്റേഴ്സ് റാങ്ക് ഹോൾഡർ ആയിട്ടുള്ള, അതായത് ബെസ്റ്റ് ഡാൻസർ എവർ എന്നൊക്കെ പറയണ പോലത്തെ ഒരാള് അല്ലെ, മകളെ കിട്ടി. അതൊക്കെ അമ്മയുടെ മനസ്സിലുള്ള ആഗ്രഹത്തിൽ നിന്ന് ജനിച്ചതാണ്, അതിലൊരു സംശയവുമില്ല. അപ്പൊ ഉള്ളിലുണ്ട് ഈ സാധനം, പുറത്ത് വന്നിട്ടില്ല. അപ്പൊ ഇതൊക്കെ വരാനായിട്ട് ദൈവം സഹായിക്കും. അല്ലാതെ നമ്മൾക്ക് എന്താ പറയാ, വെറുതെ നമ്മുടെ ആഗ്രഹങ്ങളൊന്നും അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു പോകില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുക. ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിത്തരാൻ തന്നെയാണ് ഈ ദുനിയാവ്. അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ.